കേന്ദ്രമന്ത്രിയായതിനു ശേഷം കേന്ദ്ര സഹമന്ത്രിയായതിനു ശേഷം സുരേഷ് ഗോപിയുടെ സിനിമ കാണാൻ കാത്തിരിക്കുകയാണ് മലയാളികളൊക്കെ. ഇടയ്ക്ക് ഇനി അഭിനയിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോഴും സിനിമ എന്ന പാഷൻ, അഭിനയം എന്ന പാഷൻ അദ്ദേഹത്തിനെ വിടാതെ പിന്തുടർന്നു. അതിനുവേണ്ടി ഈ പറഞ്ഞതുപോലെ കേന്ദ്രത്തിലൊക്കെ അദ്ദേഹം പലൊരു എന്താ പറയുന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അവിടെ അവതരിപ്പിക്കുകയും വീണ്ടും അദ്ദേഹത്തിന് ഒരു അനുമതി നൽകുകയാണ് ചെയ്തത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ സിനിമയാണ് JSK, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അപ്പോൾ ഈ ഒരു സിനിമ പറയുന്നതിന് മുമ്പ് നമ്മുടെ പഴയ എമ്പുരാൻ സിനിമ ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ. എമ്പുരാൻ സിനിമയിലെ ചില നിർണായകമായിട്ടുള്ള ചില രംഗങ്ങളും ചില പേരുകളും ഒക്കെ വലിയ വിവാദങ്ങളും വിമർശനങ്ങൾക്കും ഒക്കെ വഴിതെളിച്ചു. വലിയൊരു വർഗീയത ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു എമ്പുരാൻ സിനിമ അന്ന് വലിയ ഹിറ്റായി എന്ന് വെച്ചാൽ സൂപ്പർ ഹിറ്റ് എന്ന് പറയുന്നതിന് അപ്പുറം അപകീർത്തിയുടെ ഒരു ഹിറ്റായി മാറുകയാണ് ചെയ്തത്. ഏതായാലും അതിൻ്റെ വിവാദങ്ങളൊക്കെ കെട്ടടങ്ങിയതിന് ശേഷം സെൻസർ ബോർഡ് കുറച്ചുകൂടെ കാര്യമായിട്ട് ഓരോ സിനിമകളും വാച്ച് ചെയ്തു തുടങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ JSKയിൽ വരുന്നത്. ഇപ്പോൾ സെൻസർ ബോർഡ് കുറച്ചധികം എന്ന് ഞാൻ പറയുന്നത് ഈ അമിതമായിട്ടുള്ള വല്ല സെൻസറിങ് ആണോ നടത്തുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ സുരേഷ് ഗോപി നായകനായി എത്തുന്ന JSK, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ ജൂൺ 27 തിയേറ്ററുകളിൽ എത്താനിരിക്കുകയാണ്. ഇപ്പോൾ ഈ സിനിമ റിലീസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. കാരണം ജാനകി എന്ന പേരാണ് ഇവിടുത്തെ പ്രശ്നം. ജാനകി നമുക്കറിയാം സീതാദേവിയുടെ മറ്റൊരു പേരാണ് ജാനകി. അപ്പം ആ സിനിമയിൽ ഉടനീളം ജാനകി എന്ന കഥാപാത്രമുണ്ട്. ആ സിനിമയുടെ കൂടുതൽ വിവരങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ കഥാതന്തു എന്താണെന്നോ നമുക്കറിയില്ല. പക്ഷേ ഒരു സ്ത്രീക്ക് നേരിടേണ്ടി വന്ന ഒരനുഭവത്തിൽ സ്ത്രീ ആ ഒരു സ്റ്റേറ്റിനോട് എതിരായിട്ട് പോരാടുന്ന ചില ഒരു കഥാസന്ദർഭമാണ് അതിലുള്ളത്. പ്രവീൺ നാരായണനാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഏതായാലും റിലീസിനുള്ള അനുമതി ഇപ്പോൾ നിഷേധിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെ ഇതിനെതിരായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. ജാനകി എന്ന പേര് വന്നതിൽ എന്താണ് പ്രശ്നം എന്നുള്ള, അങ്ങനെയാണെങ്കിൽ എത്രയോ പേരുകൾ ഈ ഹിന്ദു ടച്ചുള്ള അല്ലെങ്കിൽ ഹിന്ദു ദൈവങ്ങളുടെ ടച്ചുള്ള പേരുകളാണ് ഒരുവിധം എല്ലാ മനുഷ്യർക്കും ഇടുന്നത്. അപ്പോൾ ഇപ്പോൾ ഓരോ കഥാപാത്രത്തിനും ചിലപ്പോൾ അത്തരത്തിലുള്ള പേരുകൾ ഇടും. അത് ക്രിസ്ത്യൻ പേരുകളിടും, ഈ പറഞ്ഞോണം മുസ്ലിം പേരുകളിടും, ഹിന്ദു പേരുകളിടും. അപ്പം ഈ പേരുകൾ ദൈവത്തിൻ്റെ പേരുകളാണ് ഏറ്റവും കൂടുതൽ നമുക്കറിയാം പണ്ട് കാലങ്ങളിലൊക്കെ ഉള്ളവർ ഇടുന്നത്. അപ്പോൾ ആ പേരുകൾ വരുന്ന സിനിമകൾ ഇനി പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അത് കട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഈ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്, ശരിയായിട്ടുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എതിര് തന്നെയാണ് വരുന്നത്. തീർച്ചയായിട്ടും സെൻസർ ബോർഡ് എന്തായിരിക്കും ഇത് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നുള്ള മനസ്സിലാവുന്നില്ല. കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നില്ല. ഈ പേര് ഇപ്പോൾ നിലവിൽ വരുന്ന വാർത്ത, ഈ ഒരു പേര് ജാനകി എന്നൊരു പേര് സീതാദേവിയുടെ പേരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് ആ പേര് മാറ്റണം. ഹൈന്ദവ ദൈവത്തിൻ്റെ പേരായതുകൊണ്ട് തന്നെ ആ പേര് മാറ്റണമെന്നാണ് സെൻസർ ബോർഡ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. കേന്ദ്രമന്ത്രി കൂടിയായ സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപി നായകനായി എത്തുന്ന ചിത്രം എന്ന പ്രത്യേകത കൂടിയുണ്ട് ഇതിന്. സുരേഷ് ഗോപി മാത്രമല്ല, ഇതിൽ സുരേഷ് ഗോപിയുടെ മകനുമുണ്ട്. അനുപമ പരമേശ്വർ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ നേരത്തെ തന്നെ UA സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നു എന്നുള്ളതാണ് അണിയർ പ്രവർത്തകരൊക്കെ പറയുന്നത്. 2022 ഈ JSK എന്ന് പറയുന്ന ഈ സിനിമ പ്രഖ്യാപിച്ചത്. കോർട്ട് റൂം ഡ്രാമ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണിത്. 3 വർഷങ്ങൾക്ക് ശേഷം 2022 പ്രഖ്യാപിച്ച സിനിമ 3 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ റിലീസിന് ഇറങ്ങിയത്. അപ്പോൾ അത്രയും ഈ 3 വർഷത്തെ ഒരു കഠിന പ്രയത്നം ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച അണിയർ പ്രവർത്തകർക്കുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അവസാന നിമിഷത്തിലാണ് സെൻസർ ബോർഡ് പറയുന്നത് ഇത്തരത്തിലുള്ള ഈ പേരുകൾ നീക്കം ചെയ്യണമെന്ന്. അപ്പം ജാനകിന്ന് മുഴുവനും ഈ പറഞ്ഞതുപോലെ സിനിമയിൽ ഉടനീളം പേരുണ്ട്. അപ്പം ചിലയിടത്ത് ഈ പേരുകൾ പരാമർശിച്ചില്ലെങ്കിൽ ആ സിനിമയുടെ പരാജയത്തിന് തന്നെ കാരണമാകും. മാത്രമല്ല ഈ ചിത്രം 3 വർഷങ്ങൾക്ക് ശേഷം റിലീസിന് വരുമ്പോഴേക്കും, അതായത് ഏകദേശം 1 വർഷവും 8 മാസത്തിന് ഇപ്പോൾ റിലീസ് ചെയ്യുന്ന ഈ ഒരു സുരേഷ് ഗോപി ചിത്രം എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഒരു 2 വർഷത്തോളമായി സുരേഷ് ഗോപിയുടെ ഒരു ചിത്രം നമ്മളുടെ മലയാളികൾ കണ്ടിട്ട്. അപ്പോൾ അത്രയേറെ കാത്തിരിക്കുന്ന ഒരു ചിത്രവും കൂടിയാണ് ഈ JSK എന്ന് പറയുന്നത്. മാത്രമല്ല മാധവ് സുരേഷ് ഗോപി ഇതിനകത്ത് അഭിനയിക്കുന്നു എന്ന, അച്ഛനും മകനും ഒരുപോലെ അഭിനയിക്കുന്ന ഒരു ചിത്രം കൂടിയാണിത്. ദിവ്യ പിള്ള, ശ്രുതി രാമചന്ദ്രൻ, അസ്കർ അലി, ബൈജു സന്തോഷ്, ജയൻ ചേർത്തല, ജോയ് മാത്യു, അഭിലാഷ് രവീന്ദ്രൻ, രജിത് മേനോൻ, നിസ്താർ സേട്ട്, രതീഷ് കൃഷ്ണൻ, ഷഫീർ ഖാൻ, മഞ്ജുശ്രീ നായർ, ജയ് വിഷ്ണു, വൈഷ്ണവി രാജ്, മേധ പല്ലവി,
കോട്ടയം രമേശ്, ദിലീപ്, ബാലാജി ശർമ്മ തുടങ്ങിയവരാണ് ഈ ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നത്. കാർത്തിക് ക്രിയേഷൻസിന്റെ സഹകരിച്ച് കോസ്മോസ് എന്റർടൈൻമെന്റ് നിർമ്മിക്കുന്ന ചിത്രമാണിത്. ജെ ഫനീന്ദ്രകുമാറാണ് ഈ ചിത്രത്തിന്റെ നിർമ്മാതാവ്. ഏതായാലും ഈ ചിത്രത്തിൻ്റെ ഈ ഒരു പേരുമായിട്ടുള്ള പ്രശ്നം കാരണം ഇപ്പോൾ ചിത്രം ജൂൺ 27 റിലീസിന് ഒരുങ്ങിയത് ഇപ്പോൾ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ സെൻസർ ബോർഡ് പുറത്തു വിടുന്നില്ലെങ്കിൽ ഈ പേര്, അതായത് ഹൈന്ദവ ദൈവത്തിൻ്റെ പേരായതുകൊണ്ട് മാത്രമാണ്. ഒരു പക്ഷേ ഈ കഥാപാത്രം എന്താണ്, ഈ ചിത്രം എന്താണ് എന്നുള്ളത് സെൻസർ ബോർഡിന് മാത്രമേ അറിയൂ. നമുക്ക് കഥകൾ അറിയത്തില്ല. കഥകൾ പുറത്തു വന്നാലേ എന്തുകൊണ്ടാണ് ഈ പേര് വേണ്ട എന്ന് സെൻസർ ബോർഡ് തീരുമാനിച്ചതെന്നുള്ളത് പുറത്ത് ഇപ്പോൾ ഇതിൻ്റെ അണിയർ പ്രവർത്തനമൊന്നും വിടുന്നില്ല. കഥ അറിഞ്ഞാലേ നമുക്ക്, കാരണം നമ്മൾക്കറിയാം എമ്പുരാൻ സിനിമയിൽ ആദ്യം ഒന്നും സെൻസർ ബോർഡോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബഹളങ്ങളോ കോലാഹലങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് ഇതിനകത്തെ കഥ എന്താണ് അല്ലെങ്കിൽ എന്താണെന്ന് അറിയാതെ നമുക്ക് വിധി എഴുതാൻ പറ്റത്തില്ല. കാരണം എമ്പുരാൻ സിനിമ ഈ പറഞ്ഞതുപോലെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലായ അതിനകത്തൊരു വർഗീയത, ഒരു വിഷം അതിനകത്തുണ്ട് എന്നുള്ള ജനങ്ങൾ തന്നെ വിധി എഴുതിയ ഒരു സിനിമയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് അതിന് വലിയ പ്രശ്നങ്ങളോ ഒന്നുമില്ല. എല്ലാവരും പൃഥ്വിരാജിൻ്റെ മറ്റേ L2 കാണാൻ കാത്തിരുന്ന, ലൂസിഫറിൻ്റെ 2ാം ഭാഗം കാത്തിരുന്ന ഈ പറയുന്ന ഞാൻ. പക്ഷെ ആ സിനിമ കണ്ടപ്പോഴാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴി തെളിയിച്ചത്. കാരണം സിനിമ കാണുമ്പോഴേ നമുക്കറിയത്തുള്ളൂ അതിലെന്താണെന്നുള്ളത്. ഇതിനു മുന്നേ ഇത്തരത്തിലുള്ള സെൻസറിങ് പിന്നീട് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ വന്നിട്ടുള്ള സിനിമകളുണ്ട്. അപ്പോൾ സിനിമകൾ ഇറക്കി കഴിയുമ്പോഴാണ് പ്രത്യേകിച്ച് ഒരു വിധിയെഴുത്ത് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും അതേപോലെ മത പശ്ചാത്തലവും ഒക്കെ നോക്കുമ്പോൾ നമ്മുടെ സാമൂഹിക സ്ഥിതി നോക്കുമ്പോൾ ഒരു പക്ഷേ ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന പലവിധ ആൾക്കാരാണ്, പല രീതിയിലാണ് അവരെ ഏറ്റെടുക്കുന്നത്. അപ്പം മറ്റൊരു നമ്മുടെ സമൂഹത്തിന് ദൂഷ്യമുണ്ടാകുന്ന തരത്തിലാണ് തീർച്ചയായിട്ടും ഇന്ന് പ്രതികരിക്കും. പണ്ട് കാലങ്ങളിൽ ഇത്തരത്തിൽ പ്രതികരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോമുണ്ട്, മാധ്യമങ്ങളുടെ വലിയൊരു ഒരു നിര തന്നെയുണ്ട്. അതിനൊപ്പം തന്നെ യൂട്യൂബേഴ്സിൻ്റെ, ഈ വിധി എഴുത്തുകാരുടെ ഇങ്ങനെയൊക്കെ ഉള്ളവരുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും സിനിമ ഇറക്കാൻ പറ്റത്തില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ നല്ലത് തന്നെ, അതൊക്കെ നിങ്ങളുടെ ഒരു പരിധിക്കപ്പുറം ആണെങ്കിൽ ജനങ്ങൾ അത് പ്രതികരിക്കും. അതിൻ്റെ ചില കാര്യങ്ങളാണ് എമ്പുരാനിൽ കണ്ടത്, അതവിടെ നിൽക്കട്ടെ. ഒരു പക്ഷേ ഇപ്പോൾ സെൻസർ ബോർഡ് അതിന് ശേഷം ഒരു പക്ഷേ അതൊക്കെ രാജ്യസഭയിൽ ഉൾപ്പെടെയുള്ളത് അത് ചർച്ചാ വിഷയമായതിനു ശേഷം സെൻസർ ബോർഡ് കുറച്ചുകൂടി കരുതലോടുകൂടിയാണ് ഓരോ സിനിമകളും ഏറ്റെടുക്കുന്നത്. പ്രത്യേകിച്ച് മലയാള സിനിമകൾ ചെന്ന് കഴിയുകയാണെങ്കിൽ അത് വളരെ കരുതലോടുകൂടി തന്നെ സെൻസർ ബോർഡ് ഏറ്റെടുക്കത്തുള്ളൂ. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഇല്ലാണ്ട് ഒരു പക്ഷേ ഈ ജാനകി എന്ന് പറയുന്ന പേര് വെട്ടണം എന്ന് പറയില്ല. ഒരു പക്ഷേ ആ കഥാപാത്രം ഒരു പക്ഷേ മറ്റെന്തെങ്കിലും തലത്തിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിന് ഈ എമ്പുരാൻ സിനിമയിൽ പറ്റിയതുപോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഒരു പക്ഷേ ഒരു മതവിഭാഗത്തിന് എന്തെങ്കിലും വിഷയങ്ങൾ വരാൻ സാധ്യതയുള്ളതാണോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ആ കഥ എന്താണെന്നുള്ള അറിയാതെ നമ്മൾ വിലയിരുത്താനും പറ്റില്ല. ഒരു പക്ഷേ രണ്ടാമത് നമുക്ക് ഇങ്ങനെയും ചിന്തിക്കാം, ആ ഒരു പേര് ഹൈന്ദവ പേരായതുകൊണ്ട് അത് വേണ്ട എന്ന് വെച്ചു, നോർമൽ രീതി. പക്ഷെ അതങ്ങനെ വരേണ്ടുന്ന കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ എത്രയോ സിനിമകൾ ഇതിനിടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ സിനിമകളിൽ ക്രിസ്ത്യൻ ടച്ചുള്ള പേരുണ്ട്, മുസ്ലിം ടച്ചുകളുള്ള പേരുണ്ട്, ഹിന്ദു പേരുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ അതെല്ലാം സെൻസർ ചെയ്യണമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു പേരും ഇടാൻ പറ്റത്തില്ലല്ലോ. ഈ പറയുന്ന ഓരോരുത്തർ ലക്ഷ്മി എന്ന് പറയുന്ന പേരുണ്ട്, സന്ധ്യ എന്ന് പറയുന്ന പേരുണ്ട്, ഈ പറയുന്ന സൂര്യ എന്ന് പറയുന്ന പേരുണ്ട്, ചന്ദ്ര എന്ന് പറയുന്ന പേരുണ്ട്, ദേവി, പാർവതി, ശിവൻ, ഇങ്ങനെയൊക്കെയുള്ള പല പേരുകളും പല വ്യക്തികൾക്കും ഉണ്ട്. ഈ എഴുതുന്ന എഴുത്തുകാരൻ്റെ പേര് ഇതുണ്ട്. അപ്പോൾ ഇങ്ങനെ പല പേരുകളും ഉള്ള കഥാപാത്രങ്ങളൊക്കെ തന്നെയാണ്. അതൊന്നും നമുക്ക് മലയാളത്തിൽ മലയാളവുമായി ചേർന്ന് നിൽക്കുന്ന പേരുകളൊക്കെ തന്നെയാണ്. അപ്പോൾ അത് ഒരു സിനിമയിൽ അത് പാടില്ല എന്ന് പറയാൻ പറ്റില്ല, ഒരിക്കലും സെൻസർ ബോർഡ് പറയാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ പിന്നിൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അങ്ങനെ ഒരിക്കലും ഒരു പേര് അങ്ങനെയായിട്ട് കട്ട് ചെയ്യില്ല. പക്ഷെ അതിൻ്റെ പിന്നിൽ ഇനി ആ കഥ ഒരുപക്ഷെ ആ സിനിമ കണ്ടിട്ടുള്ള സെൻസറിങ് ബോർഡ് കമ്മിറ്റി ഒരുമിച്ചെടുത്ത തീരുമാനം എന്തായിരിക്കും എന്നുള്ള സിനിമ കണ്ടു കഴിഞ്ഞാലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ അടുത്തൊരു വിവാദത്തിലേക്ക് പോവുകയാണ്. സുരേഷ് ഗോപി ഇതിനകത്ത് അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്താണെന്നുള്ളത് അദ്ദേഹത്തിനെ അറിയത്തുള്ളൂ. അപ്പോൾ ഇനി ഇതിൻ്റെ അണിയർ പ്രവർത്തകരൊക്കെ ഉൾപ്പെടെയുള്ള സംഘടനകൾ, അമ്മ ഉൾപ്പെടെയുള്ള സംഘടനകൾ എന്ത് തീരുമാനത്തിൽ എത്തുമെന്നുള്ളത് അറിയില്ല. സംഘടനകൾ വലിയ പ്രതിഷേധത്തിലാണ്. ഏതായാലും ഈ സിനിമ വരുന്നതിന് മുമ്പ് തന്നെ വീണ്ടും വിവാദ ഹിറ്റായി എന്ന് തന്നെ പറയാം.